നമുക്കിത് കുറച്ചധികം ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബീഫെല്ലാം കൂടെ വെച്ച് അച്ചാറിട്ടാലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ബീഫ് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തെടുക്കാം. എത്രത്തോളം മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം നമ്മുടെ അച്ചാറിൻ്റെ സ്വാദ് ഇടും കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫൊക്കെ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ ബീഫ് ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ പച്ചമുളകില്ലേ, പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വരണ്ട് വരുമ്പോഴത്തേക്കിനും ഇതിനകത്തേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികളിടാം. ഇത് ജീരകപ്പൊടിയാണ് കേട്ടോ ആദ്യം ഇട്ടത്. അതിനുശേഷം ഞാൻ കുരുമുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. അത് നന്നായിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ബീഫ് കുട്ടന്മാരെയൊക്കെ ഇട്ട് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്ക് കായപ്പൊടി ഇട്ട് വിനാഗിരി ഒഴിച്ച് പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച് ഇച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ച് തന്നെ വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇത് ചുവയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.